നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിലേക്ക് കേരളം കടക്കുന്നതിന് തൊട്ടു മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ ആഘോഷിക്കപ്പെട്ട ഒരു മിശ്ര വിവാഹം ഇപ്പോൾ CPM നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. റിയൽ കേരള സ്റ്റോറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹം നിയമവിരുദ്ധമാണെന്നും വിവാഹ സമയത്ത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല എന്നും ദേശീയ പട്ടികവർഗ കമ്മീഷൻ കണ്ടെത്തിയതോടെയാണ് വിവാദം കത്തുന്നത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ മധ്യപ്രദേശ് പോലീസ് പോക്സോ കേസ് എടുത്തതോടെ വിവാഹ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ച് മുൻപന്തിയിൽ നിന്ന CPM നേതാക്കളും വെട്ടിലായി. റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് അന്ന് വിവാഹത്തിന് നേതൃത്വം നൽകിയ CPM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രി ശിവൻകുട്ടിയും MP റഹീമും ഇപ്പോൾ മിണ്ടുന്നില്ല. ബാലവിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ CPM നേതാക്കൾ നേരിടുന്നത്. വിവാഹ സമയത്ത് രക്തഹാരവും ബൊക്കയും നൽകി സ്വീകരിച്ച നേതാക്കൾ പോക്സോ കേസായതോടെ പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. വിവാഹത്തിനായി വ്യാജരേഖകൾ ചമച്ചുവെന്നതും കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ മാർച്ച് 11-നാണ് മധ്യപ്രദേശ് സ്വദേശിയായ ആദിവാസി പെൺകുട്ടിയും ഉത്തർപ്രദേശ് സ്വദേശിയായ ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം തിരുവനന്തപുരം അരുമാനൂർ നൈനാർ ദേവീക്ഷേത്രത്തിൽ വെച്ച് നടന്നത്. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ വലിയ മാതൃകയായി ഈ വിവാഹത്തെ CPM നേതാക്കൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. എന്നാൽ വിവാഹ സമയത്ത് യുവതിയുടെ ഭർത്താവ് പോലീസിന് മുന്നിൽ ഹാജരാക്കിയ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന് തെളിഞ്ഞു. ഈ സർട്ടിഫിക്കറ്റ് പ്രകാരം പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നു. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായമെന്ന് കണ്ടെത്തിയത്. കമ്മീഷൻ അന്വേഷണത്തിൽ കണ്ടെത്തിയ ജനന സർട്ടിഫിക്കറ്റിൽ 2009 ഡിസംബർ 30 പെൺകുട്ടിയുടെ ജനന തീയതി. 2 സർട്ടിഫിക്കറ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. വിഷയം ദേശീയ ശ്രദ്ധ ആകർഷിച്ചതോടെ കമ്മീഷൻ കർശന നടപടികളിലേക്ക് നീങ്ങുകയാണ്. ഏപ്രിൽ 22-ന് കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാരോട് ഡൽഹിയിലെ ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതിലും ബാലവിവാഹം നടത്താൻ സാഹചര്യമൊരുക്കിയതിലും ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകേണ്ടി വരും. കൂടാതെ വിവാഹത്തിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ നേതാക്കളും മധ്യപ്രദേശ് പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വന്നേക്കും. രാഷ്ട്രീയ നേട്ടത്തിനായി നിയമസാധ്യത പരിശോധിക്കാതെ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുത്തത് വലിയ വീഴ്ചയാണെന്നാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന വിമർശനം. പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചു എന്നതാണ് CPM നേതാക്കളെ വെട്ടിലാക്കുന്നത്. ഭരണഘടനാ പദവിയിലിരിക്കുന്ന മന്ത്രിയും MPയും ഉൾപ്പെടെയുള്ളവർ നിയമസാധ്യത പരിശോധിക്കാതെ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുത്തത് വലിയ വീഴ്ചയാണെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. രണ്ടുപേർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ രേഖകൾ നോക്കേണ്ടതില്ലല്ലോ എന്ന വാദം ഇപ്പോൾ നേതാക്കൾ ഉയർത്തുന്നുണ്ടെങ്കിലും നിയമപരമായി ഒരു ബാലവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന ഗൗരവകരമായ ആരോപണമാണ് അവർ നേരിടുന്നത്. വിഷയം ഗൗരവമായി എടുത്ത ദേശീയ പട്ടികവർഗ കമ്മീഷൻ കേരളം മധ്യപ്രദേശ് DGPമാരോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയായിരുന്നു. ഏപ്രിൽ 22-നാണ് കേരള മധ്യപ്രദേശ് പോലീസ് ഡയറക്ടർ ജനറൽമാരെ ന്യൂഡൽഹിയിൽ ആസ്ഥാനത്തേക്ക് കമ്മീഷൻ വിളിപ്പിച്ചിട്ടുള്ളത്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യയുടെ നേതൃത്വത്തിൽ അഭിഭാഷകനായ പ്രഥം ദുബൈ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പെൺകുട്ടിയുടെ കൃത്യമായ പ്രായം സംബന്ധിച്ച വിവരം പുറത്തുവന്നത്. വിവാഹത്തിന്റെ രേഖകൾ തേടി മധ്യപ്രദേശ് SC/ST കമ്മീഷൻ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം നടത്തിയെന്ന പിതാവിന്റെ പരാതിയിൽ തെളിവെടുപ്പിനായിട്ടാണ് കമ്മീഷൻ തലസ്ഥാനത്തെത്തിയത്. വിവാഹം നടന്ന അരുമാനൂർ നൈനാർ ദേവക്ഷേത്രത്തിൽ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ രേഖയായി നൽകിയ ആധാർ കാർഡിന്റെ പകർപ്പുകൾ, വിവാഹം നടത്തണമെന്നാവശ്യപ്പെട്ട് ഇരുവരും നൽകിയ അപേക്ഷ, ക്ഷേത്രം നൽകിയ വിവാഹ സർട്ടിഫിക്കറ്റ് എന്നിവയും കമ്മീഷൻ പരിശോധിച്ചിരുന്നു. മാർച്ച് 11-നായിരുന്നു ഇൻഡോർ സ്വദേശിയായ പെൺകുട്ടിയും കാമുകൻ ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം നടന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി V ശിവൻകുട്ടി, A റഹീം MP തുടങ്ങിയവർ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. വ്യത്യസ്ത മതവിഭാഗമായതിനാൽ വിവാഹത്തിന് വീട്ടുകാർ തടസ്സം നിന്നതോടെയാണ് ഇരുവരും തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തി വിവാഹം നടത്തണമെന്നാവശ്യപ്പെട്ടത്. സിനിമയുടെ ഷൂട്ടിങ്ങിനായി കേരളത്തിലായിരുന്നതിനാൽ പോലീസ് കുട്ടിയുടെ പിതാവിനെ വിളിച്ചു വരുത്തി. എന്നാൽ വിവാഹത്തിന് സമ്മതമല്ലെന്നായിരുന്നു പിതാവ് അറിയിച്ചത്. തുടർന്ന് പ്രായപൂർത്തിയായെന്ന തെളിവുകൾ കാണിച്ചതോടെയാണ് പോലീസ് അന്ന് വിവാഹത്തിന് സഹായം ചെയ്തത്. CPM നേതാക്കളായിരുന്നു കുംഭമേള വൈറൽ താരത്തിന്റെ കല്യാണ വാർത്തയറിഞ്ഞ് ആദ്യമെന്ന് ഓടിയെത്തിയത്. അന്ന് റിയൽ കേരള സ്റ്റോറി എന്ന് വാഴ്ത്തിപ്പാടിയ CPM നേതാക്കൾ ആരും തന്നെ ഇപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല. പോക്സോ കേസായതോടെ ക്രെഡിറ്റിനായി കാർമ്മികത്വം വഹിച്ച നേതാക്കളും മധ്യപ്രദേശ് പോലീസിന് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും.